മലയാള സിനിമയിൽ നമ്പർ 1 ഡയറക്ടർ ബ്ലസ്സി സാറാണ്. ഗംഭീരം എന്ന് പറയാനുള്ളൂ, അടിപൊളി. അപ്പൊ ശരിക്കും എനിക്ക് എൻ്റെ സ്റ്റോറി ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഭയങ്കര പൊളിപ്പടം. 20 വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ വരുന്നത്. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് റിലീസിംഗ് എന്ന ഒരു ഫിലിം കാണുന്നത്. കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഈ മലയാള സിനിമ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള ഒരു എല്ലാ സാധ്യതയും ഈ സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓസ്കാർ ലെവലിലേക്ക് പോകാൻ ആപ്റ്റായിട്ടുള്ള മൂവിയാണ്. മനുഷ്യന്റെ ജീവിതം അത് ശരിക്കും അത് കാണാനുണ്ട്. ഒരു കഷ്ടപ്പാടിന്റെ എല്ലാ പ്രതിഫലനവും അതിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ട്. സിനിമയുടെ ട്രാൻസ്ഫോർമേഷൻ എടുത്തു പറയണമെന്നാണ്, അത് നിങ്ങൾ കണ്ടു നോക്കേണ്ടതാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. തകർത്ത് എല്ലാ പെർഫോമൻസ് വൈസ് എനിക്കൊന്ന് പൃഥ്വിരാജിന്റെ ഒക്കെ റേഞ്ച് നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞ് ഇതുപോലെ റേഞ്ച് കാണുമോ? പടം ഗംഭീരം എന്ന് പറയാനുള്ളൂ, അടിപൊളി. ഓസ്കാർ ഉറപ്പായിട്ട് എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ സർക്കാരും എല്ലാം പ്രൊമോട്ട് ചെയ്ത് തീർച്ചയായിട്ടും ഇത് പ്രൊമോട്ട് ചെയ്ത് ഓസ്കാറിന് കൊണ്ടുപോകണം. ഓസ്കാർ പടമാണ് കേട്ടോ. നമ്പർ 1 ഡയറക്ടറായിട്ട് ബ്ലസ്സി സാറ് ആദ്യം വരാൻ പോകുന്നത്. മലയാള സിനിമയിൽ നമ്പർ 1 ഡയറക്ടർ ബ്ലസ്സി സാറ്. ബെന്യാമൻ, അതുപോലെ നമ്പർ 1 ഒരേ ഒരു രാജാവ് പൃഥ്വിരാജ് കുമാരൻ. അപ്പോൾ സൂപ്പറാണ്. പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പൃഥ്വിരാജിന്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. ഒരു രക്ഷയില്ല, അടിപൊളി. എൻ്റെ പിള്ളേരുണ്ടാവുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ ഫസ്റ്റിലെ അവർ മാരേജ് കഴിഞ്ഞിട്ട് പോകുമല്ലോ കുവൈറ്റിലേക്ക്, ഗൾഫിലേക്ക്. അപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ സ്റ്റോറി ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഭയങ്കര പൊളിപ്പടം. പിള്ളേരോടൊക്കെ പറയാറുണ്ടായിരുന്നു ആ സ്റ്റോറി കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് സിനിമയുടെ സാങ്കേതിക വശങ്ങൾ ഒട്ടും അറിയത്തില്ല. ഞാൻ ആ നോവൽ നേരത്തെ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർത്തു. ഈവൻ വാഷ്റൂമിൽ പോലും പോകാതെ വായിച്ചു തീർത്തൊരു നോവലാണ്. അതുകൊണ്ട് ഞാൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് റിലീസിംഗ് എന്ന ഒരു ഫിലിം കാണുന്നത്. കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. 20 വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ വരുന്നത്. അപ്പം പൃഥ്വിരാജിൻ്റെ ആക്ടിങ്, മറ്റേ ഗോകുലിൻ്റെ ആക്ടിങ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു. കാഴ്ചക്കാരി എന്നുള്ള നിലയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ മലയാള സിനിമ ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നതിനുള്ള ഒരു എല്ലാ സാധ്യതയും ഈ സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്തെങ്കിലും കാണാനുണ്ട്. ഇവർ ഇത്രയും നാളുകളായിട്ട് എടുത്തു വെച്ച് അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു ഫിലിമാണ്. കാരണം ഇവർക്ക് വേണമെങ്കിൽ CG ഒക്കെ യൂസ് ചെയ്ത് ഡെസേർട്ട് പോലെ ഇവർക്ക് സെറ്റ് ഇട്ട് ഈസി ആയിട്ട് ചെയ്യാം ഇപ്പോഴത്തെ ടെക്നോളജിയിൽ. അത് വേണ്ടെന്ന് വെച്ച് ഇവർ ജോർഡനിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കോവിഡിൽ അവിടെ സ്റ്റക്കായി അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ നമ്മൾ ഈ നോവൽ വായിച്ചപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാണ് ഈ ഫിലിം എപ്പോൾ വരെ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫൈനലിൽ അത് കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. നല്ലപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരിക്കലും പൃഥ്വിരാജിനെ നമുക്ക് കാണാൻ പറ്റില്ല. ആ നജീബ് എന്ന് പറയുന്നൊരു ക്യാരക്ടറും അതിൻ്റെ സറൗണ്ടിങ്സും അതെല്ലാമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവാനുള്ളൊരു മെയിൻ ഹുക്ക് റഹ്മാൻ്റെ സ്കോറിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും പിന്നെ മരുഭൂമിയുടെ ആ ഒരു ഹൊറിഫൈൻ നേച്ചറും അതേസമയം തന്നെ അതിൻ്റെ ഒരു ഭംഗിയും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ DOP എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലസ്സിയുടെ ഫിലിം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് എന്തായാലും മിനിമം ഗ്യാരണ്ടിയാണ്. അപ്പം നമ്മുടെ രീതിയിലുള്ള ഒരു ബെഞ്ച് മാർക്ക് ഫിലിമാണ്. അതുപോലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പടം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ എത്രമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് അത് അതേപോലെ കാണിച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഹ്യൂമൻ്റെ ഒരു ഇമോഷൻസ് എന്തുമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ആക്ടറായിട്ടല്ല ഒരു ക്യാരക്ടറിനെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം അത് ശരിക്കും അത് കാണാനുണ്ട്. നല്ലതായിരുന്നു, വളരെ നല്ലത്. ഫിലിം മേക്കർ അടിപൊളി, ബ്ലസ്സി സാർ സൂപ്പർ, ഒന്നും പറയാനില്ല. രാജുവേട്ടൻ അമേസിങ് ആക്ടിങ്, എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവി, ഒന്നും പറയാനൊരു രക്ഷയില്ല. നമ്മൾ ഓസ്കാർ ലെവലിലേക്ക് പോകാൻ ആപ്റ്റായിട്ടുള്ള മൂവിയാണ്. ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. തുടങ്ങിയപ്പോൾ മുതലാകെ ഭയങ്കര സെൻറ്റിയായി എന്ന് പറയണം. അപ്പോൾ എല്ലാം ക്രൂ മെമ്പേഴ്സും ഒക്കെ അവരുടെ ഹാർഡ് വർക്ക് എല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. മസ്റ്റ് വാച്ച് മൂവിയാണ്. ഒരു കഷ്ടപ്പാടിൻ്റെ എല്ലാ പ്രതിഫലനവും അതിൻ്റെ അകത്ത് കാണാനായിട്ടുണ്ട്. അത്ര ഒരു വായിക്കുന്ന ഒരാളുടെ ഇമാജിനേഷനിലാണ്. ഇതൊരു വിഷ്വൽ ട്രീറ്റ് തരുവാണ് അതിൻ്റേത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഉണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ടെക്നിക്കൽ പാർട്ടാണെന്നുണ്ടെങ്കിലും നല്ല എക്സലൻറ്റ് വർക്കാണ്. എക്സൈറ്റഡ് ആണ് ആൻഡ് പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്രയും വർഷത്തെ കൂടി കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടിട്ട് ഇങ്ങനൊരു സംഭവം കിട്ടിയതിന്, ഒരു റെസ്പോൺസ് കിട്ടുന്നതിനും വളരെ സന്തോഷമുണ്ട് ഓഡിയൻസിൻ്റെ കയ്യിൽ. എല്ലാവരും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഇങ്ങനെ ഇമോഷണൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. എനിക്കെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് അടുത്ത ഓസ്കാർ ഉറപ്പായിട്ട് കിട്ടും. ഇതിൽ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എടുത്തു പറയണമെന്നാണ്, അത് നിങ്ങൾ കണ്ടു നോക്കേണ്ടതാണ്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്.